ഇൻഡസ്റ്റെല്ലാർ വാൽനക്ഷത്രമായ 3i അറ്റ്ലസ് അതിൻ്റെ സവിശേഷതകൾ കൊണ്ട് തന്നെ ശാസ്ത്ര ഗവേഷകരെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്ന അതിൻ്റെ ഒരു സവിശേഷതയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വെൽക്കം ടു മൈ ചാനൽ ബോൾഡ് ആൻഡ് ബൗണ്ട്ലെസ്. അപ്പോൾ ഞാനിത് ശ്രദ്ധിക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ സയൻസ് ഡെസ്കിൽ വന്നൊരു വാർത്തയാണ്. അപ്പോൾ അതിനകത്ത് പറയുന്നത് ഇൻഡസ്റ്റെല്ലാർ വാൽനക്ഷത്രമായിട്ടുള്ള 3i അറ്റ്ലസ് ബഹിരാകാശത്ത് ജലം ചോർത്തുന്നു എന്നാണ് പറയുന്നത്. ഇത് ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു പ്രത്യേകതയായിട്ടാണ് നാസ ഗവേഷകർ പറയുന്നതെന്നാണ് വാർത്ത. അപ്പോൾ ഞാനിത് അറിയാൻ വേണ്ടിയിട്ട് നാസയുടെ സൈറ്റിൽ കയറി നോക്കിയപ്പോൾ അത് ക്ലോസ്ഡ് ആണെന്നാണ് കാണിക്കുന്നത്. ഫണ്ടിങ് ഇഷ്യൂ കാരണം ക്ലോസ്ഡ് ആണെന്നാണ് കാണിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ 3i അറ്റ്ലസിൻ്റെ സവിശേഷതകൾ അത് ഇതുവരെ വന്നിട്ടുള്ള വാൽനക്ഷത്രങ്ങളിൽ നിന്ന് എങ്ങനെ അതിനെ വ്യത്യസ്തമാക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ മുൻപ് ഞാനൊരു വീഡിയോ ഇട്ടതിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത് 3i അറ്റ്ലസിൽ നിന്നും ജലം പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം നമുക്ക്. അപ്പോൾ നിലവിൽ കണ്ടെത്തിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇൻഡസ്റ്റെല്ലാർ വാൽനക്ഷത്രമായ 3i അറ്റ്ലസ് ജല ഐസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്നാണ്. അപ്പോൾ ഈ ഒരു ജലത്തിന് 7 ബില്യൺ വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് സൗരയൂഥത്തേക്കാൾ പഴക്കമുള്ളതായിരിക്കും ഈ ഒരു ജലം എന്ന് പറയുന്നത്. ഇപ്പോൾ ശാസ്ത്രജ്ഞർ പുറത്തുവിട്ടിരിക്കുന്ന ഒരു കണക്കനുസരിച്ച് ഈ ഒരു വാൽനക്ഷത്രം സെക്കൻഡിൽ 88 പൗണ്ട്, അതായത് ഏകദേശം 44 കിലോഗ്രാം ജലമാണ് പുറത്തേക്ക് വിടുന്നത്. പൂർണ്ണ സ്ഫോടനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഫയർ ഹൗസിന് തുല്യമാണ് ഈ ഒരു അളവ് എന്ന് പറയുന്നത്. അതൊരു അത്ഭുതം തന്നെയാണ്. 3i അറ്റ്ലസ് ജലം ചീറ്റാൻ തുടങ്ങിയപ്പോൾ അത് ഭൂമിയിൽ നിന്നും 3 ഇരട്ടി അകലെ ആയിരുന്നു എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തെ അസാധാരണമാക്കുന്നത്. അപ്പോൾ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ള ഇൻഡസ്റ്റെല്ലാർ വസ്തുക്കളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളതാണ് എല്ലാ രീതിയിലും ഇത് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ദിവസങ്ങളിൽ അറിയാം ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം. അപ്പോൾ അപ്ഡേറ്റ്സുകൾക്കായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.